നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവ് പുറത്തുവിട്ട പരാതിക്കാരിയിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ലക്ഷങ്ങൾ വാങ്ങി 2024 മുതലാണ് ഷിയാസ് ഈ പണം വാങ്ങുന്നത്. ഷിയാസിന്റെ അക്കൗണ്ടിലും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലും പണം എത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള തുകകളാണ് അക്കൗണ്ട് വഴി കൈപ്പറ്റിയത് എന്ന് പരാതിക്കാരി പറയുന്നു. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, അതിങ്ങനെ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലും പിന്തുണകളും ഒക്കെ നീങ്ങുകയാണ്. എന്താണ് പരാതിക്കാരിയുടെ പുതിയ ആരോപണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകളാണ് അവർ പുറത്തുവിടുന്നത്? എന്തായാലും ഷിയാസ് കരീമും ഭാര്യ ദർഭയും ഇന്നലെ ഈ ആരോപണങ്ങളെല്ലാം തള്ളി രംഗത്ത് വരുന്നുണ്ട്. അത്തരത്തിൽ പൈസയൊന്നും വാങ്ങിയിട്ടില്ല, തങ്ങളുടെ പക്കലും എല്ലാ തെളിവുകളുണ്ടെന്ന് പറയുന്തോറും ഈ പരാതിക്കാരി കൂടുതൽ തെളിവുകൾ പുറത്തുവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ പുറത്തു വന്നത് ഷിയാസ് കരീം മാത്രമല്ല, ഷിയാസിന്റെ മാതാവ്, ഷിയാസിന്റെ സഹോദരി എന്നിവരുടെ ഗൂഗിൾ പേ അക്കൗണ്ട് വഴി ഈ സ്ത്രീ നൽകിയ തുകയുടെ കണക്കുകളാണ്. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണ് ഇതിൽ നടന്നിരിക്കുന്നത്. അത് ബാങ്ക് ട്രാൻസാക്ഷൻ, ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഗൂഗിൾ പേ വഴിയുള്ള ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങളാണ് പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചില മെസ്സേജുകളും ചില വോയിസ് ചാറ്റുകളും വീണ്ടും പുറത്തുവിട്ടിട്ടുണ്ട്. അതും ന്യൂസ് 18 ലഭിച്ചു. അത് പ്രധാനമായും പറയുന്നത്, സ്ഥലത്ത് താമസിക്കുന്നിടത്തെ ലൊക്കേഷൻ അയച്ചു തരൂ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് ഷിയാസ് കരീം പറയുന്ന ചാറ്റുണ്ട്. അങ്ങനെ ഈ സ്ത്രീ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില വോയിസ് ചാറ്റിൽ വീണ്ടും പണം ആവശ്യപ്പെടുന്നതുണ്ട്. പെരുമ്പാവൂരിലേക്ക് താൻ താമസം മാറാം, കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും കാണാൻ കഴിയില്ലല്ലോ, പെരുമ്പാവൂരിലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാം, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കാം, ഈ സ്ത്രീയെ നോക്കാം, അങ്ങനെ തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ഷിയാസ് നൽകുന്ന അതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. എന്തായാലും ഷിയാസ് കരീമിന് എതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം വീണ്ടും തെളിവുകളെല്ലാം ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ചേവായൂർ പോലീസുമാണ്. എൽദോ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.